ഫൗസ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ് ലൈക്ക് കിഡ്നി, ഹാർട്ട്, ലിവർ ഇതിനെയൊക്കെ നമ്മള് പ്രിന്റ് ചെയ്തെടുക്കുന്നതിനെ പറ്റി ഫൗസയ്ക്ക് എന്താ അഭിപ്രായം? അതൊരു പുതിയ ഒരു ഒരു കാര്യമാണല്ലോ. മുമ്പത്തെ അൺനെസസറി ആയിട്ടുള്ള ഡ്രാമാസ് ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ ഒരുപാട് ആനിമൽസിനെയും നമുക്ക് സേവ് ചെയ്യാം. ലൈക്ക് നമ്മൾ ഒരുപാട് മൗസിനെയും റാറ്റിനെയൊക്കെ എടുത്ത് അത് അവോയ്ഡ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യുന്നു. എവിടെയെങ്കിലൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ മൈസൊക്കെ ഒന്ന് സെലിബ്രേഷൻ ചെറിയൊരു മിനി പാർട്ടി നടത്തുന്നുണ്ടാവും. നമുക്ക് ഓൾറെഡി ട്രാൻസ്പ്ലാന്റേഷൻ അവൈലബിൾ ആണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. പിന്നെ എന്താണ് ഇതുകൊണ്ട്? ബട്ട് ആക്ച്വലി നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കിഡ്നി പ്രിന്റ് ചെയ്യുക, ഇതൊക്കെ പോസിബിൾ ആണോ? മാത്രമല്ല ഇപ്പോൾ ഒത്തിരി ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഓർഗൻ അങ്ങനെയൊക്കെ ഒത്തിരി അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഇസ് സംതിങ് ലൈക്ക് എ ഗെയിം ചേഞ്ചർ. ഹായ് എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു അഡ്വഞ്ചർ ടോക്സ് ബിയോണ്ട് ദ സിലബസ്. So myself, Nilina Anna Varghese, and with me is ഫൗസ ആൻഡ് നിലിന. ഇന്ന് നമ്മൾ എന്ത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഫൗസ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ് ലൈക്ക് കിഡ്നി, ഹാർട്ട്, ലിവർ ഇതിനെയൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്നതിനെ പറ്റി ഫൗസയ്ക്ക് എന്താ അഭിപ്രായം? അതൊരു പുതിയ ഒരു കാര്യമാണല്ലോ. ശരിക്കും അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. സോ എന്താ ഫൗസയ്ക്ക് തോന്നുന്നത്? ഇതൊരു കുറച്ച് കുഴപ്പം പിടിച്ച പരിപാടിയല്ലേ, ഒരു ഓർഗൻ ഫാം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഫാമിങ് പേടിക്കണ്ട ഫൗസ, അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല ഇത്. നമ്മളിവിടെ ആക്ച്വലി ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഹ്യൂമൻസിൻ്റെ അടുത്തുനിന്ന് ഓർഗൻസ് എടുക്കാതെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡിലൂടെ ഓർഗൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ആക്ച്വലി എങ്ങനെയാ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാ? ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽസ്, അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ സെൽസ് യൂസ് ചെയ്യുമ്പോൾ അതിനെ സ്കാഫോൾഡ്സ് എന്ന് പറയും. അപ്പം നമ്മളിപ്പോൾ അതിനെ എങ്ങനെയാണ് ചിന്തിക്കുക? നമ്മളിപ്പോൾ ഒരു ഗാർഡനിങ് ചെയ്യുന്നു. സോ വെൻ വി ആർ ഡൂയിങ് എ ഗാർഡനിങ് വിൽ ബി ഹാവിങ് സോയിൽ ആസ് വെൽ ആസ് ദ സീഡ്. അപ്പം അതുപോലെ ഇവിടെ ഈ കേസിൽ സീഡായിട്ട് നമുക്ക് സെൽസ് യൂസ് ചെയ്യാം, ആൻഡ് സോയിലായിട്ട് നമുക്കൊരു കൾച്ചറൽ മീഡിയ യൂസ് ചെയ്യാം. അപ്പം ഈ സെൽസിനെ ഈ ഒരു ഗ്രോത്ത് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് അകത്തുള്ള എങ്ങനെയാണോ ഇതൊക്കെ ഗ്രോ ചെയ്യുന്ന ഓർഗൻസ് ഒക്കെ ഉള്ളത് ആ ഒരു എൻവയൺമെന്റ് കൊടുക്കും. അങ്ങനെ ഈ സെൽസ് ഗ്രോ ആവും. അതാണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ലൈക്ക് ഒരു ഓർഗൻ ഗാർഡനിങ് പോലെ അല്ലേ? സോ ഇവിടെ പക്ഷെ നമുക്ക് ഇനി ഒരു അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഒരാളെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ സോ നമുക്കിവിടെ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹീറോ ഉണ്ട്. അതാണ് നമ്മുടെ 3D പ്രിന്റർ. അപ്പോൾ 3D പ്രിന്റർ സാധാരണ നമ്മളൊരു 3D പ്രിന്ററിന് നമുക്ക് എന്താ ഉണ്ടാവുക? പ്ലാസ്റ്റിക് ഫിലമെന്റ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് വി ഹാവ് സംതിങ് കോൾഡ് ആസ് ബയോ ഇങ്ക്. സോ ഈ ഒരു ബയോ ഇങ്ക് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു സെൽസിനെയും ബയോ മെറ്റീരിയൽസിനെയൊക്കെ മിക്സപ്പ് ചെയ്ത് നമ്മൾ ഓർഗൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ. മനസ്സിലായോ? സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ടൈനി, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ സ്കിൻ, കാർട്ടിലേജ് ഇതൊക്കെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഇറ്റ്സ് ലൈക്ക് പ്രിന്റിങ് ആൻഡ് ഹ്യൂമൻ ലസാനിയ അല്ലേ? സോർട്ട് ഓഫ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ആൾക്കാർക്ക് അവർ ആദ്യം ഒരു മോഡൽ ഡ്രസ്സ് മെയിനായിട്ടുള്ള ഫുൾ ലോങ് ഡ്രസ്സ് ഉണ്ടാക്കുന്നതിന് ഒരു മിനിയേച്ചർ വേൾഡ് ഉണ്ടാക്കി നോക്കുമല്ലേ? അതുപോലെ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ സ്റ്റെം സെൽസ് ഉപയോഗിച്ച് നമ്മൾ കുഞ്ഞു ടൈനി ഓർഗൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ചില മെഡിസിൻസിൻ്റെ ഇഫക്റ്റ് അല്ലെ ഡിസീസ് പ്രോഗ്രഷൻ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഫൺ സൈസ്ഡ് ഓർഗൻസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താ? ലാസ്റ്റ് സ്റ്റെപ്പ് ഇതിനകത്തൊരു ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പരിപാടി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഡീസെല്ലുലറൈസേഷൻ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഓർഗൻസ് എടുക്കുന്നു. ഈ ഓർഗൻസ് എടുത്ത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ളപ്പോൾ മോസ്റ്റ്ലി എന്താ കേസ് ഉണ്ടെങ്കിൽ ലിവർ ഡാമേജ് ആയിരിക്കും, ലങ് ഡാമേജ് ആയിരിക്കും, ഹാർട്ട് ഡാമേജ്, കിഡ്നി ഡാമേജ്. അപ്പോൾ ഈ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഓർഗൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ എക്സ്റ്റേണൽ ഫ്രെയിം വർക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അകത്തുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്ത് അതിന് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തിട്ട് സെല്ല് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ തിരിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഓൺ സെൽസ് വെച്ച് തന്നെയാണല്ലോ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് തിരിച്ചു വയ്ക്കുമ്പം നമ്മുടെ ബോഡി വിൽ ബി ലൈക്ക് വെൽക്കം ബാക്ക്, അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് ലൈഫ് ലോങ് ആയിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻ തെറാപ്പി അല്ലേ. സോ അവർക്ക് ലൈഫ് ലോങ് ടാക്രോളിമസ് പോലുള്ള ഡ്രഗ്സ് ഒക്കെ അതും അതിൻ്റെ കറക്റ്റ് ഡോസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കേണ്ട ആവശ്യമേ ഈ ഒരു കേസിൽ വരുന്നില്ല. സോ ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഓർഗൻ മേക്ക് ഓവർ അല്ലേ. ബട്ട് ആക്ച്വലി അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഓൾറെഡി ട്രാൻസ്പ്ലാന്റേഷൻ അവൈലബിൾ ആണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇതുകൊണ്ട്? ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ട്രാൻസ്പ്ലാന്റേഷൻ അവൈലബിൾ ആണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് എൻ ഇൻവേസീവ് പ്രൊസീജിയർ, നോട്ട് ജസ്റ്റ് ഫോർ ദ പേഷ്യൻറ്റ് ബട്ട് ഓൾസോ ദ ഡോണർ അല്ലേ. അവർക്കും ആ ഒരു എന്താ പറയുക റെസ്റ്റ് എടുക്കേണ്ടി വരും ഈ അവരുടെ ഒരു ഓർഗൻ എടുത്ത്. അതും നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് പറയേണ്ട ആവശ്യമില്ല. ഹാർട്ടൊക്കെ ആണെങ്കിൽ ആ വ്യക്തി മരിച്ചു പോയാൽ മാത്രമേ വേറൊരാൾക്ക് ആ വ്യക്തിയുടെ ഹാർട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂ. സോ കിഡ്നിയാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് കൊടുത്ത് വേണമെങ്കിൽ ഒരാൾക്ക് ജീവിക്കാം, എന്നാലും അതൊരു സാക്രിഫൈസ് ആണ്. അത് മാത്രമല്ല ഇപ്പോൾ ഒത്തിരി ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഓർഗൻ അങ്ങനെയൊക്കെ ഒത്തിരി അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. So I think this is something like a game changer because ഈ ഒരു മെത്തേഡിലൂടെ ഒരുപാട് പേർക്ക് അവരുടെ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഓർഗൻ ഡോണർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഒത്തിരി ഉണ്ട്. പക്ഷേ ഡോണേഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കിഡ്നി ഫെയിലിയർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരികയാണ്. സോ ദാറ്റ് ഈസ് വെരി ട്രബിൾസം. സോ അതിനൊക്കെ ഒരു ഗുഡ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു മെത്തേഡ്. സോ ആക്ച്വലി ഇത് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല എയിം ചെയ്യുന്നത് അല്ലേ? അതെ, ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി നമ്മളിപ്പോൾ ഒരു പുതിയ ഡ്രഗ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രഷൻ നോക്കുക, നമ്മൾ പാവം ലാബ് മൈസിനെയും ആനിമൽസിനെയും ഒക്കെ പിടിച്ച് അവരെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ പരിപാടി കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഹ്യൂമൻസിനെ എടുത്ത് ഹ്യൂമൻ ട്രയൽസ് നടത്തും. നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല ഹ്യൂമൻ ട്രയൽസ് നടത്തുന്ന സമയത്ത് അവർക്കതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊന്നും പ്രോമിസ് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ അവരെ വിളിക്കുന്നത്. സോ ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് അൺനെസസറി കോസ്റ്റും ഹാമും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇത് ഭയങ്കര ചീപ്പാണ്, എഫക്റ്റീവാണ്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒറിജിനൽ ഓർഗൻ നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മളൊരു ഡ്രഗ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ അൺനെസസറി ആയിട്ടുള്ള ഡ്രാമാസ് ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ ഒരുപാട് ആനിമൽസിനെ നമുക്ക് സേവ് ചെയ്യാം. ലൈക്ക് നമ്മൾ ഒരുപാട് മൗസിനെയും റാറ്റിനെയൊക്കെ എടുത്ത് എവിടെയെങ്കിലൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ മൈസൊക്കെ ഒന്ന് സെലിബ്രേഷൻ അല്ലേ, ചെറിയൊരു മിനി പാർട്ടി നടത്തുന്നുണ്ടാവില്ലേ ഇതിനെ പറ്റി. കേൾക്കാൻ ഇതൊക്കെ ഭയങ്കര രസമുണ്ട്. ബട്ട് ആക്ച്വലി നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കിഡ്നി പ്രിന്റ് ചെയ്യുക, ഇതൊക്കെ പോസിബിൾ ആണോ? അത് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ബട്ടൺ പ്രസ് ചെയ്തിട്ട് കിഡ്നി ഉണ്ടാക്കാതെ ആക്ച്വലി പ്രത്യേകിച്ച് നമ്മൾ ഹാർട്ടിൻ്റെ കിഡ്നിയുടെ ഒക്കെ കേസ് എടുക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. അപ്പോൾ അതിന് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ടാവും. അതുപോലെ അതിൻ്റെ നെർവ് കണക്ഷൻസ് ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ പെർഫെക്റ്റ് അലൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഫെയിലിയർ. സോ അത് ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് ഡീൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ് ഇസ് ഇറ്റ്സ് എ ചാലഞ്ച്. അതിനേലും വലിയ ചാലഞ്ചാണ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു സാധനം കറക്റ്റായിട്ട് പുറത്തിറക്കി കഴിയുമ്പോൾ അതിന് അത്യാവശ്യം ഒരു കോസ്റ്റ് വരും. ആ കോസ്റ്റ് ഇപ്പം ആക്സസ് ചെയ്യാൻ ബില്യനേഴ്സോ അല്ലെങ്കിൽ വെൽത്തി പീപ്പിളിന് മാത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇത് മാറുമോ എന്നൊരു സംശയം നമുക്ക് വരാവുന്നു അല്ലേ? അതെ അതെ, നല്ല വെൽത്തി ആയ ആളുകൾക്ക് മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായി മാറുമോ എന്നുള്ളൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി നിർത്തിയാലും വേറൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻ എൻഹാൻസ്മെൻ്റ് ആണ്. ഇപ്പം ഇങ്ങനൊരു പോസിബിൾ മെത്തേഡ് ഉണ്ടെന്ന് അറിയാൻ ഒരാൾ വന്ന് പറയാം, അതെ എനിക്ക് കുറച്ച് കൂടുതൽ ആൽക്കഹോളൊക്കെ കുടിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കണം, പക്ഷെ എൻ്റെ ബോഡി അതെല്ലാം മെറ്റബലൈസ് ചെയ്ത് കളയുകയും വേണം അങ്ങനെ പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇന്ന ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, സോ എനിക്ക് കൂടുതൽ പൊല്യൂഷൻ അവോയ്ഡ് ചെയ്ത ലങ്സ് വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതായത് ആ ഒരു ഹ്യൂമൻ ആക്ച്വൽ ഓർഗൻസിനെക്കാട്ടിലും ബെറ്റർ ആണ് ഈ മാൻമെയ്ഡ് ഓർഗൻസ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇടി വരാനും ഉള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ടല്ലേ.
Like it actually blurs out the thin line between medicine and life. Exactly. The progress is happening fast. One day we can save millions of lives, right? Yeah, exactly. So അങ്ങനെ ഒരു ഭാവിയെ നമുക്ക് മുമ്പിൽ കണ്ട് let's wind up. So thank you for joining us. So bye bye.